മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണോ മരുന്ന് നിർത്തുന്നത് അപ്പോൾ വീണ്ടും ആ രോഗം തിരിച്ചു വരും എന്നുള്ളൊരു മിഥ്യാധാരണ പൊതുസമൂഹത്തിനിടയിലുണ്ട്. വാസ്തവത്തിൽ അത് ശരിയാണോ? ശരിയല്ല, അത് തെറ്റന്നെയാണ്. ധാരാളം മിത്തുകൾ മാനസിക ആരോഗ്യത്തിനെ പറ്റിയിട്ട് ആളുകൾക്കുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അനൂപൂടെ ചോദിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാനസിക രോഗങ്ങൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ പല എപ്പിസോഡ്സിലായിട്ട് നമ്മൾ പറയാറുണ്ട്. ചില കെമിക്കൽ ഇംബാലൻസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുള്ള ചില ചേഞ്ചസ് അത് കാരണമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചേഞ്ചസ് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസാണ് നമ്മൾ ചൂസ് ചെയ്യുകയും അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡ്, അതിൻ്റെ ഒരു പീരീഡ് തന്നെ, അത് സ്റ്റഡീസ് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള ആ ഒരു പീരീഡായിരിക്കും ഡോക്ടർ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 1 ഇയർ നിങ്ങൾ മെഡിസിൻ എടുക്കണം, അല്ലെങ്കിൽ 2 ഇയേഴ്സ് എടുക്കണം, 3 ഇയേഴ്സ് എടുക്കണം എന്ന് നമ്മളൊരു അപ്രോക്സിമേറ്റ് നമ്മൾ സ്റ്റഡീസിനെ ബേസ് ചെയ്തുകൊണ്ട് പറയും. അത് പ്രകാരം കഴിച്ച് പിന്നെ അത് ടേപ്പർ ചെയ്യേണ്ട, മരുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അത് ഡോസ് കുറച്ച് നമ്മുടെ ശരീരം തന്നെ അറിയാത്ത രീതിയിൽ നിർത്തുകയാണ് സാധാരണ പതിവ്. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അസുഖം കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ ആളുകൾ സ്വയം ഒന്നെങ്കിൽ നിർത്തും, അല്ലെങ്കിൽ ഇടയിലൊക്കെ മരുന്ന് വിട്ട് കഴിക്കലൊക്കെ തുടങ്ങും. അത് ചിലപ്പോൾ ഡോക്ടറോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഇതിലെ അസുഖം മാറിയെന്ന ഒരാൾ പെട്ടെന്ന് അസുഖത്തിന് മാറ്റമില്ല, വീണ്ടും അതൊക്കെ റിവൈസ് ചെയ്ത് വന്നു എന്ന് പറയുകയും, ഞാനപ്പോൾ എൻ്റെ ചോദ്യം ഡോക്ടർ എന്നുള്ളതിലേക്ക് നിങ്ങളോട് ചോദിക്കണം, വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് വീട്ടിലുണ്ടായോ, അല്ലെങ്കിൽ ജോബ് പ്ലേസിൽ എന്തെങ്കിലും ഉണ്ടായോ എന്നാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ ഞാൻ അഡ്വൈസ് ചെയ്യുക, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണമെന്നാണ്. അഡ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കൊരു ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ്. ആ ഒബ്സർവേഷനിൽ ഞാൻ എൻ്റെ സൂപ്പർവൈസ് മെഡിക്കേഷൻ ഞങ്ങൾ പറയും. അതായത് സിസ്റ്റേഴ്സ് മെഡിസിൻ തരികയും അവരെ പ്രസൻസ് തന്നെ നിങ്ങൾ മരുന്ന് കഴിക്കുകയും ചെയ്യും. ഞാൻ എഴുതിയ മരുന്നുകൾ തന്നെ. അതിൽ മാറ്റം ഉണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾക്ക് പ്രോപ്പർ ഡോസേജ് ചെല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാത്തതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക രോഗങ്ങളെ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഡയഗ്നോസിസ് വേണം ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം അതിന് ഡോസ്, ഏത് ഡോസാണോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളതെന്നുള്ളത്, അത് ഒരു തെറാപ്പറ്റിക് ഡോസ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്നിട്ട് ഡോക്ടർ അഡ്വൈസ് പ്രകാരം തന്നെ ആ മരുന്ന് ആ സമയം കഴിച്ചതിന് ശേഷം നിർത്തിക്കൊണ്ടുവരണം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 95% തന്നെ നമുക്ക് അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും. ചില കേസുകൾക്ക് അതിന് റിലാപ്സ് ഉണ്ട്. റിലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒക്കറൻസ് വരാനുള്ള ചാൻസ് ഉള്ള ചില അസുഖങ്ങളുണ്ട്. അത്തരം അസുഖങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രൊലോങ് പീരീഡ് തന്നെ ചില മെഡിക്കേഷൻസ് നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി കഴിക്കാൻ പറയും.